എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നിലനാടിൻ്റെ തുളസീദളം തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. കോളേജിലേക്കുള്ള യാത്രയിൽ ഹരിയും ഹിമയും നിശബ്ദരായിരുന്നു. കുറെ നേരത്തെ മൗനത്തിന് ശേഷം ഹിമ തുടക്കമിട്ടു. നന്ദിയത്തെ താമസം മാറ്റുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞതിന് ഹരി ഇതുവരെയും മറുപടി പറഞ്ഞില്ല. അയാളുടെ ഉത്തരം പെട്ടെന്നായിരുന്നു. എനിക്കതിന് കഴിയില്ല. അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് ഞാനൊന്നും ചെയ്യില്ല. വാക്കുകൾ ദൃഢമായിരുന്നു. അമ്മയുടെ മനസ്സ് മാത്രം ഓർത്താണോ ഈ തീരുമാനം? അവൾ പരിഹസിച്ചു. തികട്ടി വന്ന കോപം അയാൾ കടിച്ചമർത്തി. താൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇന്നുകൂടി ഞാൻ നിങ്ങളുടെ വീട്ടിൽ കഴിയും. എനിക്കും വാശിയുണ്ട്. വെല്ലുവിളിയോടെ അവളിരുന്നു. അന്ന് ക്ലാസ് എടുക്കാനൊന്നും ഹരിക്ക് മനസ്സ് വന്നില്ല. അമ്മയുടെ അശ്രുകലുഷിതമായ മുഖം മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നില്ല. ഹിമയുടെ ശാഠ്യം പാടില്ലാത്തതാണ്. പക്ഷേ അവളെ പിന്തിരിപ്പിക്കാൻ തനിക്ക് കഴിയില്ല. രവിയേട്ടൻ കേൾക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനും അവൾ മടിക്കില്ല. വൈകിട്ടുള്ള മടക്കയാത്രയിലും രണ്ടുപേരും മൗനത്തിലായിരുന്നു. അകൽച്ചയുടെ വിടവ് വർദ്ധിക്കുകയാണെന്ന് ഹരി ഭയത്തോടെ ഓർത്തു. ഹിമ വേഷം മാറി ഹാളിൽ വന്നപ്പോൾ അവളെ പ്രതീക്ഷിച്ചെന്നോണം ദേവിയമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു. മോള് എൻ്റെ ഒപ്പം ഒന്ന് വന്നേ, ദേവിയമ്മ അവളെ വിളിച്ചു. പ്രത്യേകിച്ചൊരു ഭാവഭേദവും കൂടാതെ ഹിമ അവരുടെ ഒപ്പം മുറിയിലേക്ക് ചെന്നു. ദേവിയമ്മ കട്ടിലിൽ ഇരുന്നിട്ട് കസേരയിൽ ഇരിക്കാൻ അവളെ ക്ഷണിച്ചു. അവൾ കസേരയിൽ ഇരുന്നു. മുഖവുര കൂടാതെ ദേവിയമ്മ സംസാരിച്ചു തുടങ്ങി. രാവിലെ മോള് സേതുവിനോട് പറഞ്ഞത് ഞാൻ കേട്ടു. നിന്റെ നാവീന്ന് അങ്ങനെ വീണപ്പോ ഞാൻ നടുങ്ങിപ്പോയി. മോള് കേട്ടതിൽ സത്യം 4/1 പോലുമില്ല. ഹിമയുടെ മുഖത്ത് നിസ്സംഗതയായിരുന്നു. അമ്മ പറയാൻ പോകുന്ന കഥ ഹരി പറഞ്ഞു കഴിഞ്ഞു. താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ പ്രതികരിച്ചു. എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. അത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചുകൂടെ? ദേവിയമ്മയുടെ വാക്കുകളിൽ യാചന നിഴലിച്ചു. ആ, അമ്മ പറഞ്ഞോളൂ. ബാലുവിൻ്റെ വാക്ക് കേട്ട് ഹരിക്കു വേണ്ടിയിട്ടാ ഞാൻ അവളെ കാണാൻ പോയത്. പക്ഷേ കോളേജിൽ വച്ച് ഒരിക്കൽ പോലും സേതുവും ഹരിയും തമ്മിൽ കണ്ടിട്ടില്ല. ഒരു വിദ്യാർത്ഥിനിക്കൊപ്പം പ്രേമിച്ചു നടക്കാനുള്ള വിവരക്കേട് എൻ്റെ മോൻ കാണിക്കില്ല. സേതുവിനെ ആഗ്രഹിച്ചു നടന്ന അവളുടെ മുറച്ചെറുക്കനാണ് അപവാദ കഥകൾ കോളേജിൽ എത്തിച്ചത്. അവിടെ കവിത എന്നൊരു ടീച്ചറുണ്ട്. അവളാവും പൊടിപ്പും തൊങ്ങലും വെച്ച് നിന്നോട് ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഹിമയുടെ മനസ്സ് പിടഞ്ഞു. അവളുടെ പ്രപ്പോസലുമായി ബാലു ഒരിക്കൽ ഇവിടെ വന്നതാ. ഹരിക്ക് അവളെ ഇഷ്ടമില്ലായിരുന്നു. അതിൻ്റെ പക തീർത്തതാ അവള്. ഹിമയ്ക്ക് അത് പുതിയ അറിവായിരുന്നു. കവിത ഇക്കാര്യത്തിൽ കാണിച്ച അമിത താല്പര്യം അവൾ പെട്ടെന്ന് ഓർത്തുപോയി. കോളേജിൽ മറ്റാരും പറയാൻ മടിക്കുന്ന കാര്യമാണ് കവിത തന്നോട് പറഞ്ഞത്. നീ അറിവുള്ള പെണ്ണല്ലേ. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നേല് ഞാൻ ഇങ്ങനൊരു പരീക്ഷണത്തിന് മുതിരുമായിരുന്നോ? ദേവിയമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. സേതുവിനെ പറ്റി പലവട്ടം ഞാൻ ഹരിയോട് ചോദിച്ചിട്ടുണ്ട്. ഒരക്ഷരം പോലും ഹരി എന്നോട് പറഞ്ഞിരുന്നില്ല, അവൾ നീരസത്തോടെ പറഞ്ഞു. അവളുടെ കാര്യത്തിൽ അവൻ പ്രാധാന്യം കൊടുത്തു കാണില്ല. മോൾ അത് മറന്നേക്ക്. എനിക്കിപ്പോ ഭയം രവിയെ ഓർത്ത. നീ കേട്ടതുപോലൊരു നുണക്കഥ രവിയുടെ ചെവിയിൽ വീണാൽ അവൻ മുമ്പും പിമ്പും നോക്കില്ല. ഹിമ മിണ്ടിയില്ല. രവിയേട്ടൻ എന്തെങ്കിലും അറിഞ്ഞാൽ അതൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇവിടെ നിന്ന് താമസം മാറ്റണം എന്നുകൂടി മോള് പറയണത് കേട്ടു. ഹിമ മുഖം കുനിച്ചിരുന്നു. എപ്പോ വേണേലും കണ്ണടഞ്ഞു പോകുന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. മരിക്കുന്ന നേരം മക്കളും മരുമക്കളും അരികിലുണ്ടാകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ദേവിയമ്മയുടെ കണ്ണു നിറഞ്ഞു. മോള് അവനെ എൻ്റെ അടുത്തുനിന്ന് പറിച്ചുകൊണ്ട് പോകരുത്. അമ്മയ്ക്കത് സഹിക്കാനാവില്ല. ഒരിറ്റു കാരുണ്യം എന്നോട് മോള് കാട്ടണം. ദേവിയമ്മ ഹിമയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. കവിളിലൂടെ 2-3 തുള്ളി നീർക്കണങ്ങൾ അടർന്നു വീണു. ഹിമയ്ക്ക് നിഷേധിക്കാനായില്ല. ഞാൻ നിർബന്ധിക്കില്ല, നിരാശ മറച്ചു വച്ച് അവൾ പറഞ്ഞു. ദേവിയമ്മ ആശ്വാസപൂർവം നെടുതായെന്ന് നിശ്വസിച്ചു. പഴയതുപോലെ നീയും സേതുവും സ്നേഹത്തോടെ കഴിയണം.
അവളൊരു പാവം പെണ്ണ, കുത്തി നോവിക്കരുത്. ഹിമയുടെ ശരീരം ചുട്ടുപഴുത്തു. അവൾ പതിയെ എഴുന്നേറ്റു. എന്നാല് മോള് പൊയ്ക്കോ. ദേവിയമ്മ പോകാൻ അനുവാദം കൊടുത്തു. കോപം കടിച്ചമർത്തിയാണ് ഹിമ പുറത്തു വന്നത്. ഊണുമുറിയിൽ ചായ പകർന്നുകൊണ്ട് സേതുലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു. കരഞ്ഞു കരഞ്ഞ് ആ മുഖം വിങ്ങിയിരുന്നു. ഹിമയെ കണ്ടപ്പോ അവൾ ഒച്ച താഴ്ത്തി പറഞ്ഞു, ചായ. ഹിമയത് കേട്ടതായി ഭാവിച്ചില്ല. ഉള്ളിലെ അമർഷം പുറത്തേക്ക് ചീറ്റി. അമ്മയുടെ വക ഉപദേശം, ദത്തുപുത്രിയെ വേദനിപ്പിക്കരുതെന്ന്. ഹിമ സേതുലക്ഷ്മിയുടെ മുഖത്തു നോക്കി പരിഹസിച്ചു. സേതുലക്ഷ്മി വേദന ഉള്ളിലൊതുക്കി കുനിഞ്ഞു നിന്നു. പറഞ്ഞ കഥകളൊന്നും ഞാൻ വിഴുങ്ങിയിട്ടില്ല. ബുദ്ധിപൂർവം ഒരു കരു നീക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. മകനെ അടർത്തിക്കൊണ്ടു പോകരുതെന്ന് നീയല്ലേ ഉപദേശിച്ചു കൊടുത്തത്. ഹിമ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അവൾ നൊമ്പരപ്പെട്ടു. നിന്നെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ ഒരു പെണ്ണും ചെയ്യാത്ത പ്രവൃത്തിയല്ലേ നീ താലി കെട്ടിയ പുരുഷനോട് കാണിച്ചത്. കണ്ടവരുടെ പൊന്നു വാങ്ങി അണിഞ്ഞ്. തുടർന്നു പറയാൻ തന്നെ അറച്ച് ഹിമ മുഖം തിരിച്ചു കളഞ്ഞു. ചാട്ടുളി പോലുള്ള ഹിമയുടെ വാക്കുകൾ സേതുലക്ഷ്മിയുടെ ഹൃദയം ഭേദിച്ചു. അയാൾ യഥാർത്ഥത്തിൽ ഒരു പാവമാണ്. പണത്തോടുള്ള അത്യാർത്തി മാത്രമേ ഉള്ളൂ. അമ്മയും ഹരിയും നീയും ചേർന്ന് ഇപ്പോഴും അയാളെ കുരങ്ങ് കളിപ്പിക്കുകയല്ലേ. പക്ഷേ അതൊന്നും ഹിമയോട് വേണ്ടാന്ന് നല്ലവണ്ണം ഓർത്തു വച്ചോ. ഹിമ പിന്നീട് അവിടെ നിന്നില്ല. സേതുലക്ഷ്മിക്കൊന്നും മിണ്ടാൻ കൂടി കഴിഞ്ഞില്ല. കണ്ണുകൾ മാത്രം നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. രവി ഒരിക്കൽ കൂടി ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയെ കാണാൻ പോയി. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ അയാൾ മുടക്കം വരാതെ കഴിച്ചിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞ ശേഷം അയാൾ ഡോക്ടറുടെ മുന്നിലേക്ക് വന്നു. റിസൾട്ട് ഡോക്ടർക്ക് കൊടുത്തു. ഡോക്ടറുടെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ച് വീർപ്പടക്കി രവി കസേരയിലിരുന്നു. പേപ്പറുകൾ വായിച്ചിട്ട് പുഞ്ചിരിയോടെ ഡോക്ടർ കണ്ണടയൂരി മേശപ്പുറത്ത് വെച്ചു. രവിയുടെ തപ്തമായ മനസ്സിൽ ഒരു കുളിർകാറ്റ് വീശി. നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് വർഷം ഒന്നാകുന്നു. എന്റെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ തെളിവാണ് ഈ റിസൾട്ട്. ഡോക്ടർ പേപ്പർ എടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഡോക്ടർ? രവി ജിജ്ഞാസ അടക്കാനാകാതെ ചോദിച്ചുപോയി. ഷുവർ. നിങ്ങളുടെ ശരിയായ പ്രോബ്ലം ഞാൻ അന്നേ സൂചിപ്പിച്ചതല്ലേ. മണൽക്കാട്ടിലെ ഉഷ്ണത്തിൽ നിന്ന് വരുന്ന പലർക്കുമുള്ള പ്രോബ്ലം. ഇവിടുത്തെ ക്ലൈമറ്റുമായി നിങ്ങളുടെ ബ്ലഡ് ഏറെക്കുറെ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു. കൗണ്ടിൽ വളരെ നല്ല വ്യത്യാസം കാണുന്നു. രവിയുടെ മുഖം വിടർന്നു. 70% വർധനവ് ഇതുവരെയും എത്തിയിട്ടില്ല. അതിന് ഇനി അധികകാലം വേണ്ടിവരില്ല. ഞാൻ രവിക്ക് ഉറപ്പ് തരികയാണ്, 1 വർഷത്തിനുള്ളിൽ രവിയുടെ ആഗ്രഹം സഫലമാകും. ഡോക്ടർ അയാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. മടക്കയാത്രയിൽ രവി അതേപ്പറ്റി തന്നെ ചിന്തിച്ചു. ഓരോ തവണ വരുമ്പോഴും പ്രോഗ്രസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ ആശ്വസിപ്പിക്കാറുണ്ട്. ആ പ്രതീക്ഷ വെച്ച് താനും ഓരോ മാസവും കാത്തിരിക്കും. ഇപ്പൊ പറയുന്നു 1 വർഷത്തിനുള്ളിൽ തൻ്റെ ആഗ്രഹം സഫലമാകുമെന്ന്. എങ്ങനെ വിശ്വസിക്കാനാണ്? ആഴ്ചകൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞ് രാമൻകുട്ടി പോയപ്പോൾ ഊണുമുറിയിൽ ദേവിയമ്മയും സേതുലക്ഷ്മിയും മാത്രമായി. അവളുടെ ചോര പറ്റിയ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദേവിയമ്മയ്ക്ക് സങ്കടം തോന്നി. നീ ഇരിക്കുമോളെ. ഊണ് കഴിക്കാൻ അവർ അവളെ ക്ഷണിച്ചു. എനിക്ക് വേണ്ടമ്മേ. വല്ലാത്തൊരു അസ്വസ്ഥത അവളെ ഗ്രസിച്ചിരുന്നു. തലചുറ്റലും മനം പുരട്ടലും രാവിലെ മുതൽ സഹിക്കുകയാണ്. ദേവിയമ്മ നിർബന്ധിച്ച് അരികിൽ പിടിച്ചിരുത്തി. അവർ തന്നെ പ്ലേറ്റിൽ ചോറിട്ടു. കറിയുടെ ഗന്ധമേറ്റപ്പോൾ അടക്കി നിർത്തിയ മനം പുരട്ടൽ പുറത്തേക്ക് തികട്ടി. അവൾ വാഷ് ബേസിനരികിലേക്ക് ഓടി. അവിടെ കുനിഞ്ഞു നിന്ന് ഓക്കാനിച്ചു. ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും ദേവിയമ്മയുടെ മുഖം വിസ്മയം കൊണ്ട് പൊടുന്നനെ ദീപ്തമായി. അവർ അവൾക്കടുത്തേക്ക് ചെന്നു. മുഖം കഴുകിയിട്ട് സേതുലക്ഷ്മി സാരിത്തുമ്പ് പിടിച്ച് അമർത്തി തുടച്ചു. കവിളുകൾ ചുവന്നു തുടുത്തു. ദേവിയമ്മ അവളെ അഭിമുഖം പിടിച്ചു നിർത്തി വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടൂലോ. സേതുലക്ഷ്മി അടിമുടി പുളകം കൊണ്ടു. അവൾ ലജ്ജയോടെ മുഖം കുനിച്ചു. ഇത് ഉറപ്പു വരുത്താണ്ട് എനിക്കിനി ഒരു സമാധാനമില്ല. രവി വരും വരെ കാത്തിരിക്കണ്ട. മോള് ഹോസ്പിറ്റലിൽ പോയി വാ. ദേവിയമ്മ തിടുക്കം കാട്ടി. രവിയേട്ടൻ വരട്ടെ അമ്മേ. അവൻ രാത്രിയാവും വരിക. ഞാൻ പറയണത് അനുസരിക്കുക. രാമനെ ഒപ്പം വിടാം. കാര്യമൊന്നും ഇപ്പൊ പറയണ്ട. 3 മണി കഴിഞ്ഞപ്പോ ദേവിയമ്മ സേതുലക്ഷ്മിയെ രാമൻകുട്ടിക്കൊപ്പം ഹോസ്പിറ്റലിൽ അയച്ചു.
ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് പോസിറ്റീവ്. അവൾക്ക് സന്തോഷമടക്കാനായില്ല. താനൊരമ്മയാകാൻ പോകുന്നു. വിവരമറിഞ്ഞപ്പോൾ ദേവിയമ്മയ്ക്ക് ഒരു കുഞ്ഞിനെപ്പോലെ തുള്ളിച്ചാടാനാണ് തോന്നിയത്. വൈകിട്ട് ഹിമ വന്നപ്പോൾ സന്തോഷമടക്കാനാകാതെ ദേവിയമ്മ അവളോടും പറഞ്ഞു. ഹിമയാകട്ടെ നാട്ടുനടപ്പ് എന്ന മട്ടിൽ കേട്ടു നിന്നതേയുള്ളൂ. ഹരിക്ക് ചായ കൊടുക്കവേ ഹിമ പറഞ്ഞു, ഹരിക്ക് സന്തോഷിക്കാനൊരു ന്യൂസുണ്ട്. സേതു അമ്മയാകാൻ പോകുന്നു. അവളുടെ വാക്കുകളിലെ പരിഹാസം അയാൾ അവഗണിച്ചു. എന്തെന്നില്ലാത്തൊരാനന്ദം മനസ്സിലുണ്ടായി. ഈശ്വരൻ രവിയേട്ടനെ തുണച്ചു. മറ്റെങ്ങും നടക്കാത്ത മട്ടില്ല അമ്മ ആഘോഷിക്കുന്നത്. അയാൾ സഹതാപത്തോടെ അവളെ ഒരു മാത്രം നോക്കിയിട്ട് മുഖം താഴ്ത്തി. ഹിമ അറിയുന്നുണ്ടോ അവളുടെ അവസ്ഥയെപ്പറ്റി? ഒരമ്മയാകാനുള്ള കഴിവ് അവൾക്കില്ലെന്നറിഞ്ഞാൽ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ? അന്ന് രാത്രി പതിവ് പോലെ വൈകിയാണ് രവി വന്നത്. അയാളെ മുറിയിൽ കിട്ടാൻ അവൾ കൊതിക്കുകയായിരുന്നു. അയാൾ ഷർട്ട് അഴിച്ചെടുക്കുമ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി. അമ്മ നിർബന്ധിച്ചു വിട്ടതാ. അയാൾ ജിജ്ഞാസയോടെ നോക്കിയപ്പോൾ അവൾ മുഖം കുനിച്ചു. എനിക്ക് ചില സംശയമുണ്ടായിരുന്നു. ഉള്ളത് തന്നെയാ. 1.5 മാസമായിരിക്കണു. അവൾ നാണത്തോടെ നിന്നു. രവി നടുക്കം പൂണ്ട് അവളെ തുറച്ചു നോക്കി. എന്താണ് ഈ കേട്ടത്? സേതുലക്ഷ്മി ഗർഭിണിയാണെന്നോ? ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ വാക്കുകൾ അയാളുടെ ചെവിയിൽ മാറ്റലിക്കൊണ്ടു. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? അവിശ്വസനീയതയോടെ സേതുലക്ഷ്മിയുടെ മുഖത്ത് നോക്കി രവി കുറെ നേരം ഇരുന്നു. നീ പറയുന്നത് സത്യമാണോ? ഉവ്വ്. രവിയേട്ടന് വിശ്വാസം വന്നിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. കേട്ടതെങ്ങനെ വിശ്വസിക്കും? സേതുലക്ഷ്മി ഗർഭിണിയാണത്രേ. അയാളുടെ മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നം വന്നു നിറഞ്ഞു. ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ നിഗമനം അനുസരിച്ച് ഒരച്ഛനാകാൻ തനിക്ക് കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരുമത്രേ. രവി പതുക്കെ കിടക്കയിലേക്ക് ചാഞ്ഞു. അയാളുടെ മുഖഭാവവും തണുപ്പൻമട്ടിലുള്ള പ്രകടനവും അവളിൽ സങ്കടമുണ്ടാക്കി. ഇത്രയും നല്ലൊരു വാർത്ത രവിയേട്ടന്റെ കാതുകളിൽ എത്തിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞില്ല. അവൾക്ക് കഠിനമായ വേദന തോന്നി. രവി കണ്ണടച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ സേതുലക്ഷ്മി ലൈറ്റ് കെടുത്തിയിട്ട് കിടന്നു. രവിയുടെ മനസ്സിന് ഒരു സമാധാനവും ലഭിച്ചില്ല. അയാൾ പലതും ചിന്തിച്ചു. ഒരിക്കലും തനിക്കൊരു കുഞ്ഞു ജനിക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എപ്പോഴും കാണാറുള്ള പ്രത്യാശ ഇവിടെ പൂവണിഞ്ഞതായിക്കൂടെ? സേതുലക്ഷ്മിയെ മറ്റെന്തു പറഞ്ഞ് സംശയിക്കാനാണ്? അതെ, ആ ഭാഗ്യം തനിക്കുമുണ്ടായിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഈശ്വര നിശ്ചയമാണ് പ്രധാനം. രവി അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു. സേതുലക്ഷ്മി ഗർഭിണിയായതോടെ ദേവിയമ്മയ്ക്ക് പുതുജീവൻ വീണ മട്ടായി. അടുക്കളക്കാര്യങ്ങൾ നോക്കാനായി ഒരാളെ കണ്ടുപിടിക്കാൻ അവർ രാമൻകുട്ടിയോട് ശുപാർശ ചെയ്തു. ഏറെ താമസിയാതെ 1-2 വീടുകളിൽ പുറംപണി നോക്കുന്ന കല്യാണിയെ അയാൾ കൂട്ടിക്കൊണ്ടുവന്നു. 40 വയസ്സ് പ്രായം വരും കല്യാണിക്ക്. നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. പ്രസവ ശുശ്രൂഷ എടുക്കാനുള്ള സാമർഥ്യം കൂടി കല്യാണിക്കുണ്ടെന്നറിഞ്ഞപ്പോൾ ദേവിയമ്മയ്ക്ക് സന്തോഷമായി. ദിവസങ്ങൾ മെല്ലെ കടന്നുപോയി. ഒരു ദിവസം ഹിമ കോളേജിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സ് മാറാതെ അടുക്കളയിലേക്ക് വന്നു. ഫ്ലാസ്ക് എടുത്തപ്പോൾ ചായയില്ല. കല്യാണിയെ അടുക്കളയിൽ കണ്ടതുമില്ല. ഹിമ ചവിട്ടിക്കുലുക്കി ഹാളിലേക്ക് വന്നപ്പോൾ സേതുലക്ഷ്മിയുടെ മുറിയിൽ അമ്മയുടെ സംസാരം കേട്ടു. അമർഷം കൊണ്ടവൾ പുകഞ്ഞു. ഏതു നേരവും ദത്തുപുത്രിയെ ശുശ്രൂഷിച്ച് കൂട്ടിരിപ്പ് തന്നെ. ഹിമ രോഷത്തോടെ വന്നപ്പോൾ ഹരി മുറിയിൽ വേഷം മാറുകയായിരുന്നു. ഇന്ന് ചായയ്ക്ക് പകരം പച്ചവെള്ളം കുടിച്ചാൽ മതി. അവൾ ഊക്കോടെ കട്ടിലിൽ വന്നിരുന്നു. ആരും ചായ ഉണ്ടാക്കിയിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. മോൾക്ക് ദിവ്യഗർഭമുണ്ടായ മട്ട അമ്മയ്ക്ക്. മുറിക്ക് പുറത്തിറക്കാതെ ശുശ്രൂഷിക്കല്ലേ? ഇതൊക്കെ കണ്ടാ തോന്നും അവൾക്ക് കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ നന്ദിയത്ത് വീട് അന്യം നിന്നു പോകുമെന്ന് അവൾ പരിഹസിച്ചു. ഹിമയുടെ വാക്കുകൾ സൂചിമുനകളായി ഹരിയുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. സത്യത്തിൽ നന്ദിയത്ത് വീട് അന്യം നിന്നു പോകാതിരിക്കണമെങ്കിൽ ഹിമ പറഞ്ഞത് സംഭവിക്കണം. തന്റെ മനസ്സിലുള്ള വിങ്ങൽ എങ്ങനെ ഹിമയോട് പറയാനാണ്? അയാൾ പൂമുഖത്തേക്ക് നടന്നു. ആ ഒഴിഞ്ഞുമാറൽ കണ്ടപ്പോൾ ഹിമയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൾ അയാൾക്ക് പിന്നാലെ ചെന്നു. നമുക്ക് കുറച്ചുനാൾ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം, അവൾ ശഠിച്ചു. എന്തിന്? അയാൾ കസേരയിലിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അടുക്കളയിൽ കയറാൻ വയ്യ, അവൾ അയാൾക്കടുത്തിരുന്നു. കല്യാണി അവരുടെ വീട്ടിൽ പോയതാവും. തനിക്ക് അല്പം ചായ ഉണ്ടാക്കിക്കൂടെ? സൗമ്യമായി അയാൾ ചോദിച്ചു. ഞാനോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. അടുക്കളപ്പണി ചെയ്യാൻ വന്നതല്ല ഞാൻ. ഹിമ ഒച്ചയെടുത്തു.
മതി, നിർത്തൂ. ചായ ഉണ്ടാക്കാൻ വയ്യെങ്കിൽ വേണ്ട. എനിക്കിപ്പോ ചായ കിട്ടണം. തലവേദന കൊണ്ട് നെറ്റി പൊട്ടുന്നു. ചായ ഇടാൻ പാടില്ലാത്ത എന്ത് അസുഖക്കാരാ ഇവിടെ ഉള്ളത്? ഹിമ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. ഹരി കോപം കടിച്ചമർത്തി. ഹിമയുടെ പെരുമാറ്റം ദിവസം ചെല്ലുംതോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും മുഖാമുഖം നോക്കാതെ കുറെ നേരം അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ദേവിയമ്മ 2 കപ്പ് ചായയുമായി അങ്ങോട്ട് വന്നു. ഹരി ഉലഞ്ഞുപോയി. അയാൾ അമ്മയെ നേരിടാനാകാതെ വിളറി വെളുത്തു. ഇതാ മോളെ ചായ. ദേവിയമ്മ വാത്സല്യത്തോടെ ഹിമയുടെ നേരെ കപ്പു നീട്ടി. അവളുടെ മുഖത്ത് നേരിയൊരു ചമ്മൽ പ്രകടമായെങ്കിലും കൈനീട്ടി കപ്പു വാങ്ങി. ദേവിയമ്മ ഹരിക്കും ചായ കൊടുത്തു. അമ്മ അടുക്കളയിൽ കയറേണ്ടിയിരുന്നില്ല, ഹരി വിഷമത്തോടെ പറഞ്ഞു. ദേവിയമ്മ ചിരിച്ചു. എന്നെ നീ രോഗിയൊന്നും ആക്കണ്ട. സേതു വരുന്നതിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കിയിരുന്നത്. പിന്നെ അവളെ ഞാൻ അടുക്കളയിൽ കേറ്റാത്തതാ. സൂക്ഷിക്കണമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് കൊടുത്തു അത്രേ. അതവരുടെ സ്ഥിരം പല്ലവിയ. മാസം തികഞ്ഞ സ്ത്രീകൾ പാറമടയിൽ പണിയെടുക്കുന്നില്ലേ? അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ ആരാ ഉള്ളത്? ഹിമ പരിഹാസത്തോടെ ചോദിച്ചു. ദേവിയമ്മ പിന്നീട് ഒന്നും പറയാതെ അവിടെ നിന്ന് പിൻവാങ്ങി. സേതുലക്ഷ്മിയോടുള്ള സമീപനത്തിൽ രവിയും കുറേശ്ശെ അലിവ് കാണിച്ചു തുടങ്ങി. അവളുടെ ആരോഗ്യകാര്യത്തിൽ അയാൾ ശ്രദ്ധ വച്ചു. അതൊന്നും അവളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. ഗർഭാവസ്ഥയിൽ അമ്മ വേദനിക്കുന്നത് കുഞ്ഞിനെ ബാധിക്കുമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. ആദ്യമുണ്ടായ വീഴ്ചയിൽ നിന്ന് ബിസിനസ് പതുക്കെ കരകയറാനും തുടങ്ങിയിരുന്നു. പുതിയൊരു ഓർഡർ കിട്ടിയ ദിവസം അത് ആഘോഷിക്കാൻ മുകേഷും രവിയും തീരുമാനിച്ചു. അവിടെ വച്ച് രവി പറഞ്ഞു, ഞാൻ ഇതുവരെയും നിന്നോട് പറയാത്ത ഒരു കാര്യമുണ്ട്. അതെന്താ? ചുണ്ടോടടുപ്പിച്ച ഗ്ലാസ് താഴ്ത്തിയിട്ട് ജിജ്ഞാസയോടെ മുകേഷ് ചോദിച്ചു. ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. ചിരിയോടെ രവിയിരുന്നു. ഉള്ളിലുണ്ടായ നടുക്കം പുറത്തു കാണിക്കാതിരിക്കാൻ മുകേഷ് ശരിക്കും ബന്ധപ്പെട്ടു. തന്റെ പ്ലാനുകൾ ചീറ്റിപ്പോവുകയാണോ? രവിക്കൊരു കുഞ്ഞു പിറന്നാൽ മോഹിനിയുടെ മോഹം എങ്ങനെ സഫലമാകും? കുഞ്ഞ് ജനിക്കാത്തതിൽ ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ, അയാൾ പെട്ടെന്ന് ചോദിച്ചു. ഉവ്വ്, ഞാൻ കുറെ ഭയന്നു. മണലാരണ്യത്തിലെ ജീവിതം പലർക്കും പ്രശ്നമാകാറുണ്ടത്രേ. എനിക്കും അതാ സംഭവിച്ചത്. രവിയുടെ വിവരണം കേട്ടപ്പോൾ മുകേഷിന് ചില സംശയങ്ങൾ തോന്നി. നീ ഒരു ഡോക്ടറെ കണ്ടിരുന്നോ? രവി നിഷേധിക്കാൻ പോയില്ല. ഉവ്വ്, സമയം പിടിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികകാലമൊന്നും ആയിട്ടില്ലല്ലോ. ഡോക്ടർ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമോ? കുറഞ്ഞത് 4-5 വർഷമെങ്കിലും എടുക്കും, മുകേഷ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. രവി അയാളെ ഉറ്റുനോക്കി. ആ ഡോക്ടർ നിന്നെ കബളിപ്പിച്ചതാവും. അങ്ങനെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ? രവി കാര്യമായി ആലോചിക്കുകയാണെന്ന് മുകേഷിന് മനസ്സിലായി. ഡോക്ടറെ അവൻ അവിശ്വസിക്കില്ലെന്ന് ഉറപ്പാണ്. പിന്നെയുള്ളത് അവന്റെ ഭാര്യയാണ്. അവളെ ചേർത്തൊരു കഥയുണ്ടായാൽ രവി വിശ്വസിക്കുമെന്ന് ഉറപ്പാണ്. അത് വലിയൊരു പൊട്ടിത്തെറിയായി പരിണമിക്കുമെന്ന് തീർച്ചയാണ്. പക്ഷേ കൂട്ടിച്ചേർക്കാൻ ഒരു കണ്ണി വേണ്ടേ? ആ വീട്ടിലുള്ളത് ഹരിയാണ്. അവന്റെ ഒപ്പം നിഴൽ പോലെ ഭാര്യയുമുണ്ട്. മുകേഷ് വീട്ടിലെത്തിയത് കനത്ത ചിന്താഭാരത്തോടെയായിരുന്നു. മോഹിനിയോട് ഇക്കാര്യം എങ്ങനെ പറയുമെന്ന് അയാൾക്കൊരു രൂപവുമില്ലായിരുന്നു. അത്താഴവേളയിൽ അയാൾ നിശബ്ദനായിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. നിനക്കെന്താ ഒരു മൂഡ് ഓഫ്? മോഹിനി അയാൾക്കെതിരെയിരുന്നു. രവി എന്നോടൊരു വിവരം പറഞ്ഞു. അവന്റെ വൈഫ് പ്രഗ്നന്റ് ആണത്രേ. മോഹിനിയുടെ ശരീരം അടിമുടി വിറച്ചു. നീ എന്നെ ഫൂളാക്കുകയായിരുന്നല്ലേ? അവൾ പൊട്ടിത്തെറിച്ചത് പെട്ടെന്നായിരുന്നു. അയാൾ ഗ്ലാസ് നിരക്കിക്കൊണ്ട് മിണ്ടാതെയിരുന്നു. നിന്നെപ്പോലൊരു കൂടപ്പിറപ്പ് ഈ ഭൂമിയിൽ വേറെ കാണില്ല. രവിയെ വച്ച് നീ എന്റെ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടാക്കി. മുകേഷ് ആഹാരത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റു. കൈ കഴുകിയ ശേഷം അവൾക്കടുത്തു വന്നു. അവൾ മേശയിൽ കൈമുട്ടൂന്നി ക്ഷോഭാകുലയായി ഇരിക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ ഒരു സിഗരറ്റിന് തീപിടിപ്പിച്ചു. ഒരു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത തീരെ ഇല്ലെന്ന് വിശ്വസിച്ചാണ് രവി നടന്നത്. ഇടയ്ക്ക് അവനൊരു ഡോക്ടറെയും കണ്ടിരുന്നു. പക്ഷേ ഇപ്പൊ സംഭവിച്ചത് ആനന്ദത്തെക്കാൾ അമ്പരപ്പാണ് അവനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നീ എന്താണ് പറയുന്നത്? അവൾ മുഖമുയർത്തി. ആ കുഞ്ഞ് അവൻ്റേതല്ലെന്ന് സ്ഥാപിക്കണം. അവൾക്ക് മുകേഷിനോട് പരിഹാസമാണ് തോന്നിയത്. അവളെപ്പറ്റി എന്തെങ്കിലും സംശയം രവിയിൽ ഉണ്ടാക്കാനായാൽ നമ്മൾ ജയിച്ചു. പിന്നീട് അമ്മയെന്നല്ല
ആര് പറയുന്നതും അവൻ അനുസരിക്കില്ല. മുകേഷ്, ഇത്രയും നേരം ഞാനിത് സഹിച്ചു. ഇനിയും തുടർന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. മോഹിനി അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. 3 മാസം കടന്നുപോയി. സേതുലക്ഷ്മിയുടെ ഏത് ആഗ്രഹവും സാധിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ദേവിയമ്മ. പക്ഷേ തന്റെ ഉള്ളിലുള്ള ആഗ്രഹം ആരോടും പറയാനുള്ള ധൈര്യം സേതുലക്ഷ്മിക്കില്ലായിരുന്നു. അച്ഛനെ ഒരു നോക്ക് കാണണം. ഒരു ദിവസം ദേവിയമ്മയുടെ മുന്നിൽ അവൾ മനസ്സ് തുറന്നു. ദേവിയമ്മയുടെ മനസ്സിലും കുറെ കാലമായി ആ ചിന്തയുണ്ടായിരുന്നു. രവിയെ ഭയന്നു മാത്രമായിരുന്നു അവർ പിഷാരടിയെ വിവരമറിയിക്കാതിരുന്നത്. അവളുടെ സങ്കടം കണ്ടപ്പോൾ പിഷാരടിയെ വിവരമറിയിക്കാൻ അവർ രാമൻകുട്ടിയെ ശട്ടം കെട്ടി. പിറ്റന്ന് ഉച്ചയോടെ പിഷാരടി നന്ദിയത്ത് വന്നു. കുറെ മധുര പലഹാരങ്ങൾ അയാൾ വാങ്ങിയിരുന്നു. രവി വീട്ടിലുണ്ടാകരുതേ എന്ന് ഉള്ളൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അയാൾ പൂമുഖത്തേക്ക് കയറിയത്. മോളെ, അവിടെ നിന്ന് അയാൾ വിളിച്ചു. അച്ഛന്റെ സ്വരം കേട്ടപ്പോ സേതുലക്ഷ്മി പൂമുഖത്തേക്ക് വന്നു. അച്ഛനെ കണ്ടപ്പോ സന്തോഷവും സങ്കടവും കൊണ്ട് അവൾ വിങ്ങിപ്പൊട്ടി. അച്ഛാ, അവൾ അടുത്തേക്ക് വന്നു അയാളുടെ കരങ്ങൾ പിടിച്ചു. എന്റെ കുട്ടിയെ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. രാമൻകുട്ടി വിവരം അറിയിച്ചപ്പോ ഇരിപ്പുറച്ചില്ല. അയാളുടെ കണ്ണുകളിലെ തിളക്കം മിഴിനീരായി ഒലിച്ചിറങ്ങി. അച്ഛന്റെയും മകളുടെയും നിൽപ്പ് കണ്ടാണ് ദേവിയമ്മ അങ്ങോട്ട് വന്നത്. വന്ന കാലയിൽ നിൽക്കാണ്ട് ഇരിക്കുക. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. അവൾ അകത്തേക്ക് പോയി. കവർ താഴെ വച്ചിട്ട് പിഷാരടി ദേവിയമ്മയ്ക്കൊപ്പം ഇരുന്നു. രാമൻകുട്ടി കാര്യം പറഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. പിഷാരടി 2ാം മുണ്ടുകൊണ്ട് മുഖം തുടയ്ക്കുന്ന വ്യാജേന കണ്ണുകളൊപ്പി. 7ാം മാസം അങ്ങട് വിളിച്ചുകൊണ്ട് പോണ ചടങ്ങ് നടക്കില്ല. എത്ര നിർബന്ധിച്ചാലും രവി സമ്മതിക്കില്ല എന്ന് ഉറപ്പാ, ദേവിയമ്മ വേദനയോടെ പറഞ്ഞു. സേതുലക്ഷ്മി നാരങ്ങാ നീര് കൊണ്ടുവന്ന് അച്ഛന് കൊടുത്തു. അയാൾ ദാഹം തീർത്തിട്ട് പറഞ്ഞു, അതെനിക്കറിയാം ദേവിയമ്മേ. അയാൾ താഴെ വച്ച കവറെടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തു. കുറച്ച് പലഹാരങ്ങളാ. അവൾ അത് വാങ്ങി. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ഗേറ്റ് കടന്ന് രവിയുടെ കാർ മുറ്റത്തേക്ക് വന്നു. 3 പേരും നടുങ്ങിപ്പോയി. രവി കാറിലിരുന്നു തന്നെ പിഷാരടിയെ കണ്ടു. അയാൾ ചെയ്ത ചതിയോർത്തപ്പോ കോപവും അപമാനവും കൊണ്ട് രവി ജ്വലിച്ചു. വീണ്ടും നാണം കെട്ട് നന്ദിയത്ത് പടി കയറി വരാൻ കിഴവൻ എങ്ങനെ ധൈര്യം വന്നു? ഓഫീസിൽ നിന്ന് മുഷിവ് തോന്നിയാണ് നേരത്തെ പോന്നത്. പിഷാരടിയെ കൂടി കണ്ടപ്പോൾ രവി പൊട്ടിത്തെറിക്കുമെന്ന നിലയിലായി. കാറിൽ നിന്നിറങ്ങി അയാൾ കയറി വന്നപ്പോൾ സേതുലക്ഷ്മിയുടെ ശരീരം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. വീശിയടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിൽ താൻ കരിയില പോലെ പറന്നു പോകുമെന്ന് പിഷാരടിക്ക് തോന്നി. അയാൾ വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. രവി സേതുലക്ഷ്മിയുടെ നേരെ നോക്കി ഗർജിച്ചു. ഇയാളുമായി നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോടി? ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ ഈ കിഴവന്റെ കൂടെ ഇറങ്ങിക്കൊള്ളണം. എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടെന്ന പരിഗണനയൊന്നും നീ പ്രതീക്ഷിക്കണ്ട. തെറ്റുകാരൻ ഞാനാ മോനെ, ഞാൻ പോയേക്കാം. പിഷാരടി പോകാൻ തുനിഞ്ഞു. അവിടെ നിൽക്ക്. ഇവളുടെ മറുപടി കേട്ടിട്ട് പോയാ മതി. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പടി കയറി വരും. അയാൾ കത്തിപ്പടർന്നു. സേതുലക്ഷ്മി വിതുമ്പൽ കടിച്ചമർത്തി. അച്ഛനെയും ഭർത്താവിനെയും മാറി മാറി നോക്കി. രവി, നീയൊന്ന് അടങ്ങ്, ദേവിയമ്മ ഒച്ചവച്ചു. സേതുലക്ഷ്മി അകത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോ രവി അവളുടെ കയ്യിലിരുന്ന കവർ പിടിച്ചു വാങ്ങി. കണ്ടില്ലേ, ഇവൾക്ക് നിങ്ങൾ ആരുമല്ല. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. പിഷാരടി മുഖം തുടച്ചിട്ട് തല ചലിപ്പിച്ചു. പൊട്ടിക്കരഞ്ഞുപോയി സേതുലക്ഷ്മി. അവൾ അകത്തേക്ക് ഓടി. പിഷാരടി മുറ്റത്തേക്കിറങ്ങി. ഇതുകൂടി കൊണ്ടുവയ്ക്കോ. രവി കവർ അയാളുടെ നേരെ വലിച്ചെറിഞ്ഞു. നെഞ്ചു പൊടിഞ്ഞു പോകുന്ന ആ കാഴ്ച കാണാനാകാതെ ദേവിയമ്മ മുഖം കുനിച്ചു. പ്രിയപ്പെട്ടവരെ, തുളസീദളം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.